ആദ്യമേ തന്നെ ഈ നമുക്ക് തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റ് ആദ്യം തയ്യാറാക്കി വയ്ക്കുക. ഡേറ്റ ഇതിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഡേറ്റ കൊണ്ടുവരേണ്ട ഡോക്യുമെൻ്റ് ഏറ്റവും ആദ്യമേ തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ തയ്യാറാക്കിയിരിക്കുന്ന ഡേറ്റ ഓപ്പൺ ചെയ്യുക. ഡേറ്റ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ വിസാർഡ്സ് അഡ്രസ് ഡേറ്റ സോഴ്സ്, അതിൽ അതർ എക്സ്റ്റേണൽ ഡേറ്റ സോഴ്സ്, നെക്സ്റ്റ് സെറ്റിങ്സ്, ഈ ഡേറ്റാബേസ് എന്നുള്ളത് മാറ്റിയിട്ട് സ്പ്രെഡ്ഷീറ്റ്, നെക്സ്റ്റ് ഇവിടെ കണക്ഷൻ കൊടുക്കുക. എവിടെയാണോ ഫയൽ സേവ് ചെയ്തേക്കുന്നത് അതിവിടെ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ മാർക്ക് ലിസ്റ്റ്, ടെസ്റ്റ് കണക്ഷൻ, കണക്ഷൻ ഇപ്പോൾ ഓക്കെ ആവും. ഓക്കെ, ഫിനിഷ്. ഇതിൽ നിന്ന് ഒരു വർക്ക് ബുക്കിൻ്റെ പേര് തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഏതായാലും കുഴപ്പമില്ല. നെക്സ്റ്റ്, വീണ്ടും ഫീൽഡ് അസൈൻമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, ഇവിടെ നമ്മുടെ ഡേറ്റാബേസിൻ്റെ പേര് എന്ത് പേരാണോ വേണ്ടത് ആ പേര് അവിടെ കൊടുക്കുക. ഫിനിഷ്. ഇതുകൂടി നമ്മുടെ ഡേറ്റാബേസ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാർക്ക് ലിസ്റ്റ് നമ്മുടെ ആ പ്രൊഫൈൽ എടുക്കുക. വ്യൂ മെനു, അതിൽ ഡേറ്റ സോഴ്സ്, ഇതിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഡേറ്റാബേസ് ജെയിംസ് എന്നുള്ള ഡേറ്റാബേസ് ഉണ്ട്. ഇതിൽ ടേബിൾസ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ വർക്ക് ബുക്കിലെ എല്ലാ പേജുകളും അല്ലെങ്കിൽ ആ വർക്ക് ബുക്ക് അവിടെ കാണിക്കും. അതിൽ ഏത് വർക്ക് ബുക്കാണ്, ഒരെണ്ണം ഉള്ളെങ്കിൽ ഒരെണ്ണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ, ഏത് വർക്ക് ബുക്കാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ആ വർക്ക് ബുക്ക് അവിടെ നമ്മൾ എടുക്കുക. ഇനി നമുക്ക് ഈ കാണുന്ന ഹെഡിങ്, അപ്പോൾ സീരിയൽ നമ്പർ വേണ്ട സ്ഥലത്ത് നമ്പർ എന്നുള്ള ഹെഡിങ് കൊണ്ടുവയ്ക്കുക. അഡ്മിഷൻ നമ്പർ വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ നമ്പർ എന്നുള്ള ഈ ടാഗ് അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവച്ചാൽ മതി. നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി നെയിമോട് ഇട്ടിട്ടുണ്ട്, നെയിം മാച്ച് ചെയ്യാം. ഇവിടെ നമ്പർ, സീരിയൽ നമ്പർ എന്നുള്ള സ്ഥലത്ത് നമ്പർ കൊണ്ടുവയ്ക്കുക. നമ്പർ 1. അഡ്മിഷൻ നമ്പർ എന്നുള്ള സ്ഥലത്ത് അഡ്മിഷൻ നമ്പർ കൊണ്ടുവയ്ക്കുക. കൊടുത്തു. നെയിം ഓഫ് പീപ്പിൾ എന്നുള്ള സ്ഥലത്ത് ഈ നെയിം എന്നുള്ള ഹെഡിങ് കൊണ്ടുവയ്ക്കുക.
ഇങ്ങനെ ഡേറ്റ ഏതെല്ലാം ഡേറ്റ എവിടെയെല്ലാം ആണ് വേണ്ടത് അവിടെയെല്ലാം ഡേറ്റ സ്കോർ എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ സ്കോറാണ് വേണ്ടതെങ്കിൽ ഈ സ്കോറ് അവിടെ ആ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം ഫയല് പ്രിൻ്റ് യെസ്. ഇവിടെ നമുക്ക് പ്രിൻ്റർ ഉണ്ടെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫയലിലോട്ട് പ്രിൻ്റ് ചെയ്യാം. ഫയല് ഓക്കെ അടിക്കുന്നതോടുകൂടി ഫയലിന് നെയിം കൊടുക്കാൻ പറയുന്നു. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സേവ് ചെയ്യുക. പ്രൊഫൈല് റെഡി ആയിട്ടുണ്ട്. ABCD നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് അവിടെ നമ്മൾ കൊടുത്ത എല്ലാ കുട്ടികളുടെയും പ്രൊഫൈല് റെഡിയാണ്.